ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹെർ സോൺ. ആൻറ്റി ടാർണിഷ് ഫിനിഷിങ്ങിൽ വരുന്ന കുറച്ച് ഓപ്പണബിൾ ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് റോസ് ഗോൾഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റീൽ ബേസ് ആയതുകൊണ്ട് തന്നെ ഇത് ഹൈപ്പോ അലർജിക് ആണ്. അപ്പം നോർമൽ ജമക്ക് മെറ്റൽസൊക്കെ അലർജി ഉള്ള ആൾക്കാർക്കും ഇത് വെയർ ചെയ്യാവുന്നതാണ്. ഓപ്പണബിൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇടാനും അഴിക്കാനും പറ്റും. ഇത് ഒറ്റ സൈസിലാണ്. ഒരു 2.4 ബാങ്കിൾ 2.4 സൈസിലുള്ള ബാങ്കിൾ പാകാവുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ഓക്കെ ആയിരിക്കും. 2.6 അതുപോലെ 2.2 ഉള്ളവർക്കും വെയർ ചെയ്യാൻ പറ്റും. 2.8 മുകളിലുള്ളവരാണെങ്കിൽ ഇത് കുറച്ച് ടൈറ്റ് ആയിരിക്കും. റിസ്റ്റ് ഭാഗം സൈസ് കുറവുള്ളവരാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളധികം റിസ്റ്റ് ഭാഗത്ത് വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് അത്രയും അവർക്ക് സ്യൂട്ടാവില്ല. ഇതിനകത്ത് തന്നെ ഇനാമൽസും അതുപോലെ സ്റ്റോണും സ്വരോസ്കിയൊക്കെ വരുന്ന ടൈപ്സ് ഉണ്ട്. ഇത് ഒരു സൈഡിൽ സ്പ്രിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്താൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ പീസും 216 മുകളിലാണ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് ഇന്ത്യക്ക് അകത്ത് 60 രൂപയാണ്. ഒരു ഐറ്റത്തിനുള്ളതല്ല, ഒരു ബോക്സിനുള്ള ഷിപ്പിംഗ് ചാർജാണ്. അപ്പോൾ ഒന്നിനധികം ഐറ്റം എടുത്താലും ഒറ്റ ഷിപ്പിംഗ് ആണെങ്കിൽ ഒറ്റ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി. നിങ്ങൾ നമ്പർ ഓഫ് പീസസ് എത്രയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് അപ്ലിക്കബിൾ ഒരു ബോക്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം എടുത്തത് കൊണ്ടും ഷിപ്പിംഗ് ചാർജ് ഒറ്റ ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി. അതുപോലെ തന്നെ ബൾക്ക് നമ്പേഴ്സ് എടുക്കുന്നവർക്ക് വേറെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും അവൈലബിൾ ആയിരിക്കും. ഇന്ത്യക്ക് പുറത്തുള്ള ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെ കൺട്രി ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പം നിങ്ങൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് കൂടും. ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഷിപ്പ് ചെയ്യുന്നത്. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ ഇത് ലാസ്റ്റ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് ടൈപ്പ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ആണെങ്കിലും പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, പിന്നെ അതുപോലെ ആസിഡ്സ്, വിനീഗർ പോലത്തെ മൈൽഡ് ആയിട്ടുള്ള ആസിഡ്സ് ആണെങ്കിലും അതുപോലെ ഹൈപ്പർ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, അതൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹാൻഡ് വാഷോ സോപ്പോ ഫേസ് വാഷോ ആയതുകൊണ്ട് ഇതിൻ്റെ കളറ് പോവില്ല. പക്ഷെ നമ്മൾ സ്വെറ്റൊക്കെ ആയിട്ട് വാഷ് ചെയ്യാതെ വെക്കുക, അല്ലെങ്കിൽ പെർഫ്യൂംസൊക്കെ ഡയറക്റ്റ് സ്പ്രേ ചെയ്യുക, മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഇതിൽ പറ്റി പിടിച്ചിരിക്കുക, അങ്ങനത്തെ കണ്ടീഷൻസിലാണ് എപ്പോഴും ആർട്ടിഫിഷ്യൽ ജ്വല്ലറിക്ക് അതിൻ്റെ പ്ലേറ്റിങ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ജ്വല്ലറി അറ്റ്മോസ്റ്റ് കെയറോടുകൂടി തന്നെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ആണെങ്കിലും ഗോൾഡ് ജ്വല്ലറി കെയർ ചെയ്യുന്ന പോലെ തന്നെ കെയർ ചെയ്യുക. എല്ലാ യൂസിന് ശേഷവും വാഷ് ചെയ്തിട്ട് മാത്രം എടുത്തു വയ്ക്കുക. വാഷ് ചെയ്ത് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം കബേർഡിനകത്ത് വെക്കുക. ഒരിക്കലും നനഞ്ഞ ഓർണമെൻറ്റ് അതുപോലെ തന്നെ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ വേർത്തിട്ടുള്ള ഓർണമെൻറ്റ് വാഷ് ചെയ്യാതെ വെക്കുകയോ ഒന്നും ചെയ്യരുത്. ഇപ്പം ചെറുതായിട്ടൊക്കെയാണ് അഴുക്ക് പറ്റിയിട്ടുള്ളതെങ്കിൽ എപ്പോഴും ഒരു